നമസ്കാരം. ഇന്ന് ഒക്ടോബർ 31 വെള്ളിയാഴ്ചയാണ്. തുലാം 14 പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളും വിശകലനങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് തയ്യാറാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ, കോഴിക്കോട്ട് നിന്ന് സമീർ സി മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ വിവരങ്ങളുമായി ചേരും. ആദ്യം സമീർ സി മുഹമ്മദിലേക്കാണ്. സമീർ, ഈ കട്ടിപ്പാറ ഫ്രഷ് കട്ട് പ്ലാന്റ് ഇന്ന് വീണ്ടും തുറക്കാൻ പോവുകയാണ്. വലിയ പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. സംഘർഷത്തിലേക്ക് വഴിമാറുന്നത് കണ്ടതാണ്. അതിനിടയിൽ ഉപാധികളോടുകൂടി പ്ലാന്റ് വീണ്ടും തുറക്കാൻ പോകുന്നു. ഇതടക്കം കോഴിക്കോട്ട് നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന വാർത്തകൾ എങ്ങനെയാണ്? മലബാർ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് സമീർ? ഗുഡ് മോർണിംഗ് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ മലബാറിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമായിട്ടുള്ള ഫ്രഷ് കട്ട് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നീണ്ടുനിന്ന ചർച്ചയായിരുന്നു സർവകക്ഷി യോഗവും. പിന്നീട് ജില്ലാ ലെവൽ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗവും ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഈ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറന്ന് പ്രവർത്തിപ്പിക്കാം എന്ന ഒരു നിലപാടിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത്. ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത ആ യോഗത്തിന് ശേഷമായിരുന്നു ഇത്തരമൊരു തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ സംസ്കരിക്കുന്ന അറവ് മാലിന്യത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ 25 ടൺ ആയിരുന്നത് അത് 20 കുറച്ചിട്ടുണ്ട്. അത്തരത്തിൽ അതിന്റെ മറ്റ് തലങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് 7 ഇന ഉപാധികളോട് കൂടെയാണ് അത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ വലിയ ഒരു ആശങ്ക ഇപ്പോഴും പ്രദേശവാസികൾക്ക് ഉണ്ട്. ഈ ചർച്ചകൾക്കൊന്നും തന്നെ നാട്ടുകാരെയോ പ്രതിഷേധക്കാരെയോ ഒന്നും തന്നെ വിളിച്ചിരുന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് സമരസമിതി പ്രതിഷേധത്തിലായിരുന്നു. അവർ ഇപ്പോഴും പറയുന്നത് അത് അടച്ചുപൂട്ടുന്നവരെ സമരം തുടരും എന്നുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഇനിയും സംഘർഷത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായിക്കൊണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ അവിടെ വിന്യസിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതോടൊപ്പം തന്നെയാണ് കോഴിക്കോട് എൻട്രി ഹോമിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ കാണാതായിരുന്നു. ആ പെൺകുട്ടി പിന്നീട് പീഡനത്തിന് ഇരയാവുകയും ചെയ്തു. 2 ഇടങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. ബന്ധുവിന്റെ കൂടെ പോയ ആ കുട്ടിക്ക് ഈ വിധത്തിലുള്ള പീഡനം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചേവായൂർ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടി ഈ വിധത്തിലുള്ള പീഡനത്തിന് ഇരയായിട്ടുണ്ട് എങ്കിൽ അത് CWCയെ അറിയിക്കേണ്ടതായിരുന്നു. എന്നാൽ അത്തരം ഒരു ഇടപെടൽ അല്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് CWC ചെയർമാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ചേവായൂർ പോലീസിന്റെ ഭാഗത്താണ് ഈ എൻട്രി ഹോം ഉള്ളത്. എന്നാൽ കുട്ടി പീഡനത്തിന് ഇരയായിരിക്കുന്നത് വെള്ളയിൽ പോലീസിന്റെ പരിധിയിലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ അന്വേഷണം വെള്ളയിൽ പോലീസിന് കൈമാറും എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ 2 വാർത്തകളാണ് മലബാറിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് കൂടുതൽ ഡെവലപ്മെന്റ് വരുന്ന വാർത്തകൾ. റിജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എങ്ങനെയാണ് എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകളും രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒക്കെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. SIR നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാൻ പോകുന്നു. ആശമാരുടെ സമരം തുടരുന്നു. PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ, തുടർ പ്രതികരണങ്ങൾ, ഇതൊക്കെ ഇന്ന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. വിവരങ്ങൾ എങ്ങനെയാണ് ഉമേഷ് ബാലകൃഷ്ണൻ? തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാന വാർത്ത SIR തന്നെയാണ്. SIRുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഇന്നും മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം എന്യൂമറേഷൻ ഫോം ഗവർണർക്ക് നൽകിക്കൊണ്ട് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇന്ന് ഉദ്യോഗസ്ഥരുടെ പരിശീലന പരിപാടികൾ ആരംഭിക്കും. ഈ അടുത്ത മാസം 4-ാം തീയതി മുതലാണ് ഈ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1 മാസ കാലയളവാണ് എന്യൂമറേഷൻ ഫോമും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ബൂത്ത് ലെവൽ ഓഫീസർമാർ നടത്തുക. എന്തായാലും ഈ നടപടിക്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് ബുധനാഴ്ചയാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ചേരുന്നത്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടി സർക്കാർ തലത്തിൽ ഏത് രീതിയിൽ സ്വീകരിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമാകും. എന്തായാലും സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്ന് ഏറ്റവും നിർണായകമാകുന്നത് മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നു എന്നുള്ളതാണ്. മുരാരി ബാബുവിനെ കസ്റ്റഡി കാലാവധി അവസാനിച്ച് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് കോടതിയിൽ ഹാജരാക്കി തുടർ തെളിവെടുപ്പുകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോഴും അറിയാൻ സാധ്യതയുള്ളത്. കാരണം മുരാരി ബാബുവിന്റെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്താണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ്
സൂചന. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട്. പ്രത്യേകിച്ച് ബോർഡിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് 2019 മുതൽ 2025 വരെയുള്ള ബോർഡിലെ ചിലരുടെ ഒരു സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ചില സഹായങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പ്രതികൾക്കും ലഭിച്ചിട്ടുണ്ട് എന്നൊരു സൂചനയുണ്ട്. സ്വാഭാവികമായി ആ രീതിയിലേക്ക് അന്വേഷണം മാറുകയാണെങ്കിൽ അത് ഈ ഒരു അന്വേഷണത്തിൻ്റെ ഡയമെൻഷൻ തന്നെ മാറും. രാഷ്ട്രീയമായി തന്നെ ഏറ്റവും സുപ്രധാനമായ നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട്. PM ശ്രീയിൽ സംബന്ധിച്ചിടത്തോളം PM ശ്രീയിൽ ഇന്ന് ഏറ്റവും നിർണായകമാകാൻ സാധ്യതയുള്ളത് ഇന്നോ നാളെയോ മന്ത്രിസഭാ തീരുമാനപ്രകാരമുള്ള PM ശ്രീ പദ്ധതിയുടെ മരവിപ്പിക്കാനുള്ള നിർദ്ദേശം ആ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറാനുള്ള സാധ്യതയാണ്. കേന്ദ്രത്തിന് കൈമാറുന്ന ചീഫ് സെക്രട്ടറി ആയിരിക്കും ഇത് കൈമാറാൻ സാധ്യതയുള്ളത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കരട് തയ്യാറായിട്ടുണ്ട്. മുഖ്യമന്ത്രി കണ്ട് മുഖ്യമന്ത്രിയുടെ അപ്രൂവൽ വേണം. അതിനുവേണ്ടിയാണ് ഇന്നോ നാളെയോ ഒരുപക്ഷെ ഇന്ന് തന്നെ ഓൺലൈനിൽ മുഖ്യമന്ത്രിയുടെ അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചീഫ് സെക്രട്ടറി ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ഇത് അയക്കും. എന്തായാലും നിലവിൽ ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി കേരളം പ്രതീക്ഷിക്കുന്ന SSK ഫണ്ടിൻ്റെ അടക്കം ആദ്യ ഗഡു അടക്കം കിട്ടുമെന്ന് കരുതിയിരുന്നു. എന്തായാലും അത് ഇനി കിട്ടാനുള്ള സാധ്യതയും കുറവാണ് എന്നുള്ള കാര്യവും വിലയിരുത്തപ്പെടുന്നുണ്ട്. ആശയസമരം ശക്തമായി തുടരുകയാണ്. ആശയസമരത്തിൽ ഈ കഴിഞ്ഞ ദിവസം 1000 രൂപ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചെങ്കിലും ആ വർദ്ധിപ്പിച്ചത് തങ്ങളുടെ വിജയമാണ് എന്ന് വിലയിരുത്തുമ്പോഴും സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മഹാ റാലി ആശമാർ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ തുടർ സമരരീതി ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യം പ്രഖ്യാപിക്കുമെന്നും ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ശരി, വാർത്താ സമ്പന്നമാണ് തെക്കൻ കേരളം, പ്രത്യേകിച്ച് തിരുവനന്തപുരം. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. മധ്യ കേരളത്തിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ എങ്ങനെയാണ് എന്നതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഹൈക്കോടതി പ്രധാനപ്പെട്ട ഒരു വാർത്താ കേന്ദ്രമായി മാറും. ഹാൽ സിനിമാ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയുടെ വിധി വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് കലൂർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതിനിടയിൽ ആൻമരിയ സണ്ണി, ഇന്ന് പ്രതീക്ഷിക്കേണ്ട വാർത്തകൾ എങ്ങനെയാണ് ആൻമരിയ? കലൂർ സ്റ്റേഡിയം വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ഈ പ്രതിഷേധങ്ങളും അതോടൊപ്പം നടക്കുന്ന ആരോപണങ്ങളും തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കോൺഗ്രസിന്റെ പ്രതിഷേധത്തിലാണ് അതിനകത്ത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ വരും ദിവസങ്ങളിലും പ്രതിഷേധം അത് കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിൽ മറ്റൊന്ന് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, ഈ സ്റ്റേഡിയം വിട്ടുകൊടുത്തത് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് GCD കഴിഞ്ഞ ദിവസം കൈയൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം അത് ഈ കരാറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ GCD പറഞ്ഞതുപോലെ തന്നെ ഈ സ്റ്റേഡിയം വിട്ടുകൊടുത്തത് തങ്ങളാണോ എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഇതുവരെയും ഇന്ന് വരെ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം വന്നിട്ടില്ല. അപ്പോൾ ആ വരും ദിവസങ്ങളിൽ ആ കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായേക്കും. എന്തായാലും ഈ കലൂർ സ്റ്റേഡിയം വിവാദവുമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസിന് ഒരു ലാഭമുണ്ടാക്കാത്ത അതൊരു രാഷ്ട്രീയപരമായിട്ട് തന്നെ നേരിടാനാണ് CPMന്റെ തീരുമാനം. ഇത് തന്നെയാണ് മധ്യ കേരളത്തിൽ നിന്നും ഇന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വാർത്തകൾ. ശരി, ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രാജ്യതലസ്ഥാനം പ്രധാനപ്പെട്ട വാർത്താ കേന്ദ്രമാണിന്ന്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലേക്ക് വരികയാണ്. മറ്റൊന്ന് രാജ്യം രാഷ്ട്രീയ ഏകതാ ദിവസ് ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള പരിപാടികളിൽ പ്രധാനമന്ത്രി ഗുജറാത്തിൽ പങ്കെടുക്കുന്നു, രാഷ്ട്രപതി പങ്കെടുക്കുന്നു, രാഷ്ട്രപതി ഡൽഹിയിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ഇന്ന് ഡൽഹിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എങ്ങനെ? ബൽറാം. റിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാജ്യതലസ്ഥാനത്ത് നിന്നും ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് രാജ്യം ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിവസ് ആചരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി, ആദ്യ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഇന്ന് രാജ്യം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിപുലമായ ആഘോഷ പരിപാടികൾ രാജ്യവ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാന പരിപാടി, ഔദ്യോഗിക പരിപാടി നടക്കുന്നത് ഗുജറാത്തിലെ നർമ്മദയിലെ ഏകതാ ജില്ലയിലാണ്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പങ്കെടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിന് സമാനമായ തരത്തിലുള്ള പരേഡുകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചടങ്ങാണ് ഈ ഗുജറാത്തിൽ നടക്കുന്നത്. അതിൽ ഇന്ത്യയിലെ വിവിധ പോലീസ് സേനകൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര പോലീസ് സേനകളും സംസ്ഥാന പോലീസ് സേനകളും ഉൾപ്പെടുന്ന പരേഡ്, ഇതോടൊപ്പം തന്നെ മറ്റ് ടാബ്ലോകൾ അടക്കമുള്ള പ്രദർശനങ്ങളും ഈ പരേഡിനോട് അനുബന്ധിച്ചുണ്ടാകും. ഡൽഹിയിലെ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പങ്കെടുക്കും. സർദാർ വല്ലഭായ് പട്ടേലിന് ആദരം അർപ്പിക്കും. തുടർന്ന് രാജ്യവ്യാപകമായി തന്നെ യൂണിറ്റി റൺ, കഴിഞ്ഞ വർഷങ്ങളായി നടന്നുവരുന്ന പരിപാടി യൂണിറ്റി റണ്ണും ഇന്ന് നടക്കുന്നുണ്ട്. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത്രത്തോളം വിപുലമായ പരിപാടികൾ ഇന്ന് നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഗുജറാത്തിൽ വെച്ച് സംസാരിക്കുകയും ചെയ്യും. അദ്ദേഹം എന്ത് പരാമർശിക്കുന്നു എന്നുള്ളതും നിർണായകമാണ്. ഇതോടൊപ്പമാണ്
ദിവസമാണ്. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോടതിയിൽ പരിഗണിക്കുന്ന ഒരു പ്രധാന കേസ് എന്നുള്ളത് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് ഷർജിൽ ഇമാം അടക്കം ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. കാലങ്ങളായി വർഷങ്ങളായി ഇവർ ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് ഈ സുപ്രീം കോടതിയിൽ ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഡൽഹി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തോട് അനുബന്ധിച്ച് അത് മറയാക്കി രാജ്യ തലസ്ഥാനത്ത് കലാപമുണ്ടാക്കാനും അത് രാജ്യവ്യാപകമായി ഈ കലാപം പടർത്താനും ഇവർക്ക് ഗൂഢാലോചനയുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ എതിർക്കുകയാണ് ഈ ഷർജൽ ഇമാമിന്റെ അടക്കമുള്ള അഭിഭാഷകർ. ഈ ട്രംപിന്റെ ഇന്ത്യ സന്ദർശനം സംബന്ധിച്ച് സ്ഥിരീകരണമുണ്ടായത് ഫെബ്രുവരി 13 എന്നും ഗൂഢാലോചന നടക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് ഡിസംബർ 8 എന്നുമാണ് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇവരുടെ ജാമ്യം അംഗീകരിക്കരുത് എന്ന ശക്തമായ ആവശ്യം സുപ്രീം കോടതിയിലും ഡൽഹി പോലീസ് ഉന്നയിച്ചിരിക്കുകയാണ്. അതേസമയം വർഷങ്ങളായി ഇവർ ജയിലിൽ തുടരുകയാണ് എന്നും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതാണ് എന്ന കാര്യം പ്രേക്ഷകരോട് പങ്കുവെക്കുകയായിരുന്നു. ഇനി മറ്റ് റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രിക BJP ഇന്ന് പുറത്തിറക്കും. തലസ്ഥാനമായ പട്നയിൽ രാവിലെ 9:30യോടെയാണ് ചടങ്ങ്. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിയെ പ്രചാരണത്തിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി പട്നയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അടുത്തിരിക്കെ പ്രചാരണം ഊർജിതമാക്കുകയാണ്. താരപ്രചാരകരെത്തുകയാണ്. മുന്നണികൾ പ്രചാരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിൽ BJPയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങാൻ പോകുന്നു. നേരത്തെ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയാണെങ്കിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് പുറത്തിറങ്ങിയത്. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ പട്നയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ? റിജിത്ത്, ആദ്യഘട്ട വോട്ടെടുപ്പിനായി ബീഹാർ ജനത പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് പാർട്ടികൾ കടക്കുമ്പോൾ NDA ഇന്ന് അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കുകയാണ്. പട്നയിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഈ ചടങ്ങ് നടക്കുന്നത്. നിതീഷ് കുമാർ അടക്കമുള്ളവർ ഈ പരിപാടിയിലേക്ക് BJPയിൽ നിന്ന് JP നഡ്ഡ, ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ ഉണ്ടാകും എന്നതാണ് അറിയുന്നത്. നേരത്തെ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക നമ്മൾ കണ്ടതാണ്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ വമ്പൻ പ്രഖ്യാപനങ്ങൾ, ഓരോ കുടുംബത്തിലും ഒരു സർക്കാർ ജോലി അടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ മഹാസഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. അതിനെ മറികടക്കും വിധം ഏത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ കണ്ട് വിജയിച്ച ലാഡ്ലി ബഹൻ പോലെയുള്ള പദ്ധതികൾ, സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നേരിട്ട് നൽകുന്ന ക്ഷേമ പദ്ധതികൾ അടക്കമുള്ളവ ഉണ്ടാകും എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരമൊരു പരീക്ഷണം ഇവിടെയും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും 9:30യോടെയാണ് ഈ പരിപാടി നടക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ BJP. ഇന്നലെ വൈകിട്ടോടെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP സമീപിച്ചത്. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിൽ നടപടി വേണം, അദ്ദേഹത്തെ ഒരു നിശ്ചിത കാലത്തേക്കെങ്കിലും പ്രചാരണത്തിൽ നിന്ന് വിലക്കണം എന്നതാണ് BJP ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഛട്ട് പൂജയുമായി ബന്ധപ്പെടുത്തി പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വോട്ടിനു വേണ്ടി എന്തും പ്രധാനമന്ത്രി ചെയ്യും, നിങ്ങൾ നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അതും തൽക്കാലം ഇപ്പോൾ പ്രധാനമന്ത്രി ചെയ്യും എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസ രൂപേണയുള്ള പ്രതികരണം. അതിനോടാണ് ഇപ്പോൾ നിയമ നടപടിയുമായി BJP മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതേസമയം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. RJD നേതാവ് തേജസ്വി യാദവ് അടക്കമുള്ളവർ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച്, തെരഞ്ഞെടുപ്പ് കാലത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞ് ഇന്നലെ പ്രസ്താവനകൾ നടത്തിയത് കണ്ടതാണ്. ജൻ സുരാജ് പാർട്ടിയുടെ നേതാവിനെ, ദുലാർ ചന്ദ് യാദവിനെ പ്രചാരണത്തിനിടെ വെടിവെച്ച് കൊന്ന സംഭവമുണ്ടായി. അവാം മോർച്ചയുടെ നേതാവിനെ, മുൻ MLA ജനങ്ങൾ കായികമായി നേരിടുന്ന കാഴ്ച ഇന്നലെ കണ്ടതാണ്. അങ്ങനെ വലിയ തോതിൽ ക്രമസമാധാന നില ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോശമാവുന്നതിന്റെ സൂചനകൾ ഇന്നലെ തന്നെ വന്നതാണ്. അതിലും വലിയ ആശങ്കയുണ്ട്. പോലീസ് ഈ മേഖലകളിൽ കൂടുതലായി അവരുടെ വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് എന്നതും അറിയാൻ കഴിയുന്നു. റിജിത്ത്, കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവിനെതിരെ KSU പ്രതിഷേധം ശക്തമാക്കുന്നു. സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി KSU പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തു. വിദ്യാർത്ഥി വിരുദ്ധതയുടെ ഉറവിടമായി സംസ്ഥാന സർക്കാർ മാറുകയാണെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന്റെ ഭാഗമായ ശംഖുമുഖം കടലിലെ കടവിൽ ആറാട്ട് നടന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ കടന്നാണ് ശംഖുമുഖം തീരത്തെ ആറാട്ട് കടവിലേക്ക് ഘോഷയാത്ര എത്തിയത്. ഇന്ന് ഉത്സവം കൊടിയിറങ്ങും.
ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ അൽപ്പശി ഉത്സവം ആനകളുടെയും വാദ്യമേളങ്ങളുടെയും ശംഖുവിളികളുടെയും അകമ്പടിയോടെ വൈകിട്ടോടെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആറാട്ടെഴുന്നള്ളിപ്പ്. സ്വർണ്ണ ഗരുഡ വാഹനത്തിൽ ശ്രീ പത്മനാഭൻ. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ച് റൺവേ കടന്ന് ശംഖുമുഖം തീരത്തേക്ക്. ആറാട്ട് കലശത്തോടെയാണ് സമാപന ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചത്. 10 ദിവസം നീണ്ടുനിന്ന അൽപ്പശി ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. 24 തിരുവനന്തപുരം. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം T20 ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 1:45 മെൽബണിലാണ് മത്സരം. മഴയോ റൺമഴയോ കനത്ത മഴ കുളമാക്കിയ കാൻബറ 2020ക്ക് ശേഷം മാനം തെളിയുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും മെൽബണിൽ. ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ 10 ഓവർ പോലും പൂർത്തിയാക്കാനാവാതെയായിരുന്നു ഒന്നാം T20 ഉപേക്ഷിച്ചത്. മെൽബണിലും മഴ വില്ലനായേക്കുമെന്ന കാലാവസ്ഥാ പ്രവചനങ്ങൾ. 71% മഴയ്ക്ക് സാധ്യത, ഒപ്പം ഇടിമിന്നൽ ഭീഷണിയും. മഴ മാറി നിന്നാൽ റൺമഴ എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ലോക ചാമ്പ്യന്മാരായ ഇന്ത്യയുടെയും മൈറ്റി ഓസീസിന്റെയും താരനിബിഡമായ 11 തന്നെ അതിന് കാരണം. അഭിഷേക് ശർമ്മ, ശുഭമാൻ ഗിൽ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, സഞ്ജു സാംസൺ എന്നിവർക്ക് കങ്കാരുക്കളുടെ മറുപടി ട്രാവിസ് ഹെഡ്, മിച്ചൽ മാർഷ്, ടിം ഡേവിഡ്, മാർക്കസ് സ്റ്റോയിനിസ് എന്നിവരിലൂടെ. ജോഷ് ഹേസൽവുഡ് നയിക്കുന്ന ഓസ്ട്രേലിയൻ ബൌളിംഗ് നിരക്ക് മേലെ വെക്കാൻ ജസ്പ്രീത് ബുംറയും ഗ്യാങ്ങുമുണ്ട് ഇന്ത്യക്കും. നേർക്കുനേർ കണക്കുകളിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. 33 മത്സരങ്ങളിൽ 20 ജയം. 11 മത്സരങ്ങളിൽ ഓസ്ട്രേലിയ ജയിച്ചപ്പോൾ കഴിഞ്ഞ കളിയുൾപ്പെടെ 2 എണ്ണത്തിൽ ഫലമുണ്ടായില്ല. സ്പോർട്സ് ഡെസ്ക് 24. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കായി സൗജന്യ ആകാശയാത്ര ഒരുക്കി നൽകി ഒരു പൊതുവിദ്യാലയം. മലപ്പുറം നെടുവ GHS സ്കൂളാണ് വേറിട്ട സമ്മാനം കുട്ടികൾക്ക് നൽകിയത്. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അധ്യാപകർ പറഞ്ഞത് ഒരൊറ്റ കാര്യം മാത്രം: മുഴുവൻ വിഷയങ്ങളിലും A+ നേടുന്ന എല്ലാവരെയും വിമാനയാത്ര കൊണ്ടുപോകുമെന്ന് വാക്ക് പാലിച്ചു. എല്ലാവർക്കും വിമാനയാത്ര ഒരുക്കി. കൊച്ചിയിൽ നിന്നും സേലത്തേക്കാണ് വിമാനം കയറിയത്. വെറും ഒരു വിമാനയാത്രയ്ക്ക് ഉപരിയായി അവർക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ട്രിപ്പ് ആക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ യുനെസ്കോ പൈതൃക പട്ടികയിൽ വന്നിരുന്ന തഞ്ചാവൂർ, അതുപോലെ ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈ ചോളമണ്ഡലം എന്നീ സ്ഥലങ്ങളാണ് നമ്മൾ സന്ദർശിച്ചത്. പലർക്കും ആദ്യ വിമാനയാത്രയായിരുന്നു ഇത്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലൈറ്റിൽ ഞങ്ങൾ പോയത്. എല്ലാവരും ഫസ്റ്റ് ടൈമായിരുന്നു. ഞങ്ങൾക്ക് ഫുൾ A+ വാങ്ങിയാൽ ഇവിടുന്ന് ഫ്ലൈറ്റ് യാത്ര കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുറേ നീട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒരു പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ച്. ആ ഒരു പ്ലെയിനിൽ കയറുന്നവരൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ. ഞങ്ങളെ പാരൻസിന് വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ അവർക്കൊന്നും വിശ്വസിക്കാനില്ല. സ്കൂളിന്റെ 105ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വിമാനയാത്ര ഒരുക്കിയത്. വരും വർഷങ്ങളിലും മികച്ച വിജയം നേടാൻ ഈ സമ്മാനം പ്രചോദനമാകുമെന്നാണ് അധ്യാപകരും രക്ഷിതാക്കളും പറയുന്നത്. 24 തിരൂർ. കേരളത്തിലെവിടെയും വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ അവിടേക്ക് രക്ഷാകരങ്ങളുമായി ഓടിയെത്തുന്ന വയനാട്ടിലെ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വനവകുപ്പ് സംഘത്തിന് അത്യാധുനിക വാഹനം നൽകി. JSW ഫൗണ്ടേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് വാഹനവും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങി നൽകിയത്. പ്രിയങ്ക ഗാന്ധി MP വാഹനം കൈമാറി. കേരളത്തിലെവിടെ കാട്ടാനയോ കടുവയോ ഇറങ്ങിയാലും ഓടിയെത്തുന്നത് വനംവകുപ്പ് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വയനാട് ദൗത്യ സംഘമാണ്. ഈ സംഘത്തിന്റെ യാത്രകളും ഓപ്പറേഷനുകളും ഇനി കൂടുതൽ സുഗമമാകും. ഒരു ഹൈ എൻഡ് വാഹനം, എല്ലാ ടെറൈനിലും കയറാൻ പറ്റിയൊരു വാഹനം. ഈ വാഹനം മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരുപാട് എക്യുപ്മെൻ്റ് ഉണ്ട്. തെർമൽ ഡ്രോണുകളുണ്ട്, തെർമൽ ക്യാമറയുണ്ട്, ട്രാങ്കുലൈസേഷൻ എക്യുപ്മെൻറ്റ്, അൾട്രാ മോഡേൺ ട്രാങ്കുലൈസേഷൻ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു യൂണിറ്റാണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ക്വിക്കായിട്ട് എല്ലാ ആക്ഷനും എടുക്കാൻ പറ്റിയ, നമുക്ക് അതിൽ ടൈം ഡിലേ വരുന്നില്ല. സോ അങ്ങനെ എടുക്കാൻ പറ്റിയ ഒരിതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേരളത്തിന് ഉപയോഗപ്പെടും.
4 വീൽ ഡ്രൈവുള്ള ടൊയോട്ട ഹൈലക്സ് പിക്കപ്പാണ് ദൗത്യസംഘത്തിന്റെ പുതിയ വാഹനം. കാട്ടാനയും കടുവയും ഇറങ്ങുന്ന പ്രദേശങ്ങളിലേക്ക് കാടും മലയും താണ്ടി വേഗത്തിലെത്താൻ ടൊയോട്ട ഹൈലക്സ് സഹായകരമാകും. വാഹനമടക്കം അൾട്രാ മിഗിറ്റേഷൻ യൂണിറ്റ് ആണ് സജ്ജമാക്കുന്നത്. മയക്കുവെടി വെക്കാനുള്ള ആധുനിക തോക്കുകൾ, തെർമൽ ഡ്രോണുകൾ, ക്യാമറകൾ തുടങ്ങിയവയും വാങ്ങിക്കഴിഞ്ഞു. അരിക്കൊമ്പൻ, PT-7, PM2 തുടങ്ങി സമീപകാലത്ത് വനംവകുപ്പ് നടത്തിയ പ്രധാന ഓപ്പറേഷനുകൾക്കെല്ലാം നേതൃത്വം നൽകിയത് വയനാട്ടിൽ നിന്നുള്ള ദൗത്യ സംഘമായിരുന്നു. 24 വയനാട്.